ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാലം ജീവനാകെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മയിലാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നെത്തല്ലൂരിനും കങ്ങഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് മയിലാടി എന്ന് പറയുന്നത്. അപ്പൊ എന്റെ തൊട്ട് പുറകിൽ കാണുന്ന ഒരു സ്പോർട്സിന്റെ ഹബ്ബാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സിന്റെ ഹബ്ബ് അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടയം ജില്ലയില് നെടുങ്കുന്നത്ത് മയിലാടിയിലാണെന്നുള്ളത് നമ്മളെ ഏറെ അമ്പരിപ്പിക്കുന്ന കാര്യമാണ്. കറുകച്ചാലിൽ നിന്ന് വരുമ്പോൾ നെത്തല്ലൂര് കഴിഞ്ഞ് കങ്ങഴ റൂട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് മയിലാടി എന്ന് പറയുന്ന ഈ മനോഹരമായ ഗ്രാമം. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ നമ്മളെ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അതിമനോഹരമായ ക്രിക്കറ്റിന്റെ സ്റ്റേഡിയങ്ങള്, ഫുട്ബോൾ ടർഫുകള്, കുട്ടികളുടെ പാർക്കുകള്, അതുപോലെ സ്വിമ്മിംഗ് പൂള് എന്ന് വേണ്ട നിരവധിയാണ് കുട്ടികൾക്കായിട്ടുള്ള സ്പോർട്സിന് വേണ്ടി ഇവർ ഒരുക്കിയിരിക്കുന്നത്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഐറാസ്. നമ്മുടെ ഇന്നത്തെ തലമുറ മറ്റു പലതിലേക്കും വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്പോർട്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ഇവിടം ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. കോട്ടയം ജില്ലയിൽ മാത്രമല്ല നമ്മുടെ പല ജില്ലകളിലും കുട്ടികൾക്ക് സ്പോർട്സിനായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും പലയിടത്തുമില്ല. എങ്കിലും അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഐറാസിന്റെ ഉടമയായ അൻസാർ നെടുങ്കുന്നത്ത് മയിലാടിയിൽ പ്രകൃതി സുന്ദരമായ ഈ ഗ്രാമത്തിൽ ഇത് ഒരുക്കിയിരിക്കുന്നത്. കാരണം മറ്റുള്ള ടൗണുകളിലെ തിരക്കിൽ നിന്നെല്ലാം മാറി നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ വരുമ്പം എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഏറ്റവും ഹൈജീനിക്കായിട്ട്, കാരണം അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവർ കൺട്രോൾ ചെയ്യുന്നത്. ഒരിടത്ത് പോലും നമുക്കൊരു കുറ്റം പറയാൻ കാണത്തില്ല. കാരണം അത്രയ്ക്കും നല്ല രീതിയിലാണ്, മികച്ച രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത്രയും വലിയ ഫുട്ബോൾ ടർഫൊന്നും നമ്മുടെ സമയപ്രദേശം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഇത് കാണുന്നത്. നമ്മൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഇതിന്റെ കാര്യങ്ങൾ പറയുന്നതും. നമ്മുടെ കുട്ടികൾ പലയിടത്തും ടൂറിനായിട്ടും സ്കൂളുകാരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ എൻജോയ് ചെയ്ത് പോരുന്നതല്ലാതെ അവർക്ക് അവരുടെ ഭാവിയിലേക്ക് ഒരു കരുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടല്ല, സ്പോർട്സിനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ദിവസം ഇവിടെ വരണം, ഇതൊന്ന് കാണണം. കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ഐറാസ്. കാരണം ഇതെല്ലാം നമ്മുടെ കുട്ടികളെ കാണേണ്ടതാണ്, അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്ത് പഠിക്കേണ്ടതുമാണ്. ഇത് അതിവിശാലമായ ഒരു പാർക്ക് തന്നെയാണ്. ഞാൻ കഴിവതും തിരക്കില്ലാത്ത സമയത്താണ് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്തത്. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും.
എങ്കിലും കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അതുകൂടാതെ സ്വിമ്മിങ്ങിനായിട്ട് പ്രത്യേക ഒരു സെക്ഷൻ തന്നെയാണ്. കാരണം നല്ല മികച്ച പരിശീലകർ തന്നെയാണ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റോളർ സ്കേറ്റിങ് അതൊക്കെ നല്ല, ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം കുട്ടികൾ അത്രയ്ക്കും മികച്ച അധ്യാപകരും ആണ് അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആൾക്കാർ വൈകുന്നേരങ്ങളിലെല്ലാം ഉണ്ട്. ഇതിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ ആയതുകൊണ്ട് ആർക്കും ഏത് സമയത്തും ഇവിടെ കടന്നു വരാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇതിന് തൊട്ട് സമീപത്തായിട്ട് ധാരാളം ഫുഡ് കോർട്ടുകളുണ്ട്. ഭക്ഷണം കഴിക്കാനാണേലും ഒന്നിനും ഒന്നും നമ്മൾ തപ്പി എങ്ങോട്ടും മാറണ്ട, എല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ രജിസ്ട്രേഷൻ കൗണ്ടറിലൊക്കെ തിരക്കായി വരുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. അതുപോലെ ഇങ്ങനെ ഒരു മനോഹരമായി സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഇതിന്റെ ഉടമ അൻസാർ, അദ്ദേഹവും വൈഫും എല്ലാം ഞാൻ ചെന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഒരു വലിയൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്നത്തെ തലമുറ മുഴുവൻ വഴിവിട്ട് പല മാർഗങ്ങളിലേക്കും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ നമ്മൾ സ്പോർട്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, സ്പോർട്സിലേക്ക് തന്നെയല്ല ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാ കടമകളാണ്. ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങളാവും. കാരണം അവർക്ക് വേണ്ടിയുള്ള എല്ലാ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഇവിടുന്ന് നമുക്ക് അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ സ്വിമ്മിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം എന്തുമാത്രം കുട്ടികളാണെന്നറിയാം വെള്ളത്തിൽ പോയി അപകടത്തിൽപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കണം. അത് മികച്ച അധ്യാപകരാൽ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതാണ് ഐറാസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും സമീപപ്രദേശമുള്ള സ്കൂളുകാരോടെല്ലാം ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നിങ്ങൾ കുട്ടികളുമായിട്ട് ഒരു വൺ ഡേ ഇവിടം പോയി ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. നമ്മുടെ കോട്ടയം ജില്ല തന്നെയാണെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി ദൂരെ ഒന്നും നമുക്ക് പോകണ്ടല്ലോ, നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പോയി കാണണം, നമ്മുടെ കുട്ടികളെ ഇത് കാണിക്കണം. അതുപോലെ സ്പോർട്സിനോട് താല്പര്യമുള്ള കുട്ടികളാണ്, അവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിക്കണം. അതിന് മാതാപിതാക്കളും മുൻകൈ എടുക്കണം. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മന്റെ ഒരു സ്വപ്നം തന്നെയാണ് പുതുപ്പള്ളിയിൽ നല്ലൊരു സ്പോർട്സിന്റെ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്. അദ്ദേഹം അതിനുവേണ്ടി ഇപ്പോൾ ഒരുപാട് ഏറ്റവും കൂടുതൽ MLA എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നത്. കാരണം ഞാൻ പല മീറ്റിങ്ങുകളിലും അദ്ദേഹത്തിന്റെ സംഭാഷണം കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ യുവതലമുറ വഴിവിട്ട് പല മാർഗത്തിലേക്കും പോകുന്നു. അപ്പൊ അവരെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്പോർട്സിലേക്ക് തിരിച്ചു വിടണമെന്നാണ് അദ്ദേഹം പല മീറ്റിങ്ങുകളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ സന്ദർശിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ഇവിടെ വരിക, ഇതൊന്ന് കാണുക. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഹോക്കിയുടെ പരിശീലനമാണ്. അതുപോലെ ധാരാളം ഹോക്കി ടൂർണമെന്റുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം മികച്ച അധ്യാപകരാൽ മികച്ച പരിശീലനം തന്നെയാണ് കുട്ടികൾക്ക് ഇവർ ഇവിടെ നൽകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഹോക്കി ടൂർണമെന്റ് നടത്താൻ വേണ്ടിയും ഇവരിവിടെ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള ടീം അംഗങ്ങളും ഇവരുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഇവിടെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ കുറച്ച് വാക്കുകളും കൂടെ നമുക്കൊന്ന് കേൾക്കാം. കോട്ടയം ജില്ലയ്ക്ക് തന്നെ തിരക്കുറിയായി മാറാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സ്പോർട്ടിംഗ് കൾച്ചറാണ്.
ആ സ്പോർട്ടിംഗ് കൾച്ചറിലേക്ക് നമ്മുടെ നാടിനെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ സ്പോർട്സ് ഹബിന് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നമ്മുടെ നാട് ഞാൻ പലതവണ ഇലക്ഷന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ ഒരു സ്പോർട്സ് ഹബ്ബ് ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു സ്പോർട്സ് ഹബിലേക്കുള്ള ഒരു തുടക്കമായി ഇതിനെ ഞാൻ കാണുന്നു. എല്ലാവർക്കും ഇതിന്റെ സംരംഭകർക്ക് ഞാൻ പ്രത്യേകം ആശംസകൾ. പ്രിയപ്പെട്ട സുഹൃത്തിന് ഇത്രയും എഫേർട്ട് എടുത്ത്, കാരണം ചെറിയ എഫേർട്ടല്ല, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ. അതുപോലെ ലാഭമോ നഷ്ടമോ നോക്കാതെ കോടിക്കണക്കിന് രൂപ മുടക്കി ഇതുപോലൊരു സ്പോർട്സിന്റെ ഹബ്ബ് പണിതുയർത്തിയ ഇതിന്റെ ഉടമ അൻസാർ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം എല്ലാവരും ഇന്നത്തെ കാലത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി പല ബിസിനസ് മാർഗത്തിലേക്കും പോകുമ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പടുത്തുയർത്തിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഓഫീസിന്റെ ഇൻചാർജായ പവിത്ര ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലെ അൻസാർ സാറും ഉണ്ട്. നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഹായ് ഹലോ, ദിസ് ഇസ് ഫ്രം ഐറ സ്പോർട്സ് ഹബ്. നമ്മുടെ ഐറ സ്പോർട്സ് ഹബ് നെടുങ്കുന്നം പഞ്ചായത്തിൽ മയിലാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ സ്പോർട്സ് ഹബ് പ്രധാനമായിട്ടും നമ്മുടെ സ്പോർട്സ് ഫെസിലിറ്റീസിനെ നമ്മൾ ഏകോപിപ്പിച്ച് കുട്ടികളിലെ സ്പോർട്സിന്റെ ഒരു അവർക്ക് എന്താണോ സ്പോർട്സ് അല്ലെങ്കിൽ സ്പോർട്സിൽ അവർക്കുള്ള കഴിവുകൾ അതൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്പോർട്സ് ഹബ്ബ് ഇവിടെ നമ്മൾ ആരംഭിച്ചത്. ഇതൊരു സ്പോർട്സ് ഹബ്ബായിട്ട് വന്നതിന് ശേഷം ഇവിടെ പല ഫെസിലിറ്റീസും നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ആ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ ഒരു ഫുട്ബോൾ ടർഫ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫുട്ബോൾ ടർഫിന് ശേഷം ഒരു സ്വിമ്മിംഗ് പൂള്, ഒരു കിഡ്സ് പാർക്ക്, ഒരു ക്രിക്കറ്റ് ടർഫ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ, ഇത്രയും ഫെസിലിറ്റീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത് കൂടാതെ ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഇവിടെ വിവിധ കോച്ചിങ്ങുകളും നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സ്വിമ്മിങ്ങിന്റെ ട്രെയിനിങ്, ഫുട്ബോളിന്റെ ട്രെയിനിങ്, സ്കേറ്റിങ്ങിന്റെ ട്രെയിനിങ്, അങ്ങനെ 3 രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെക്കേഷനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കരാട്ടെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണോ ആവശ്യം അവർ ഇങ്ങോട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മൾ അവർക്കുള്ള ട്രെയിനിങ്ങുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരാൾക്ക് ഈ ടർഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം ഇവിടുന്ന് തന്നെ അവർക്ക് കിട്ടുന്നതാണ്. നമുക്കിവിടെ പുതിയതായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് നെക്സ്റ്റ് മന്ത് 2025 ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ലോഞ്ച് ആവുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു പാർട്ടി ഹോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 300 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടി ഹോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പാർട്ടി ഹോളിൽ നമ്മൾക്ക് വെഡ്ഡിംഗ് പാർട്ടീസ്, ബർത്ത്ഡേ ഫംഗ്ഷൻസ്, അങ്ങനെ നമുക്ക് ലൈഫിലുള്ള എന്ത് ഫംഗ്ഷൻസ് ആണെങ്കിലും നമുക്ക് ആ പാർട്ടി ഹോളിൽ വെച്ച് നടത്താനായിട്ട് പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇത് കൂടാതെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ട് പൂൾ പാർട്ടി നടത്തുന്നുണ്ട്. കുട്ടികളുടെ ആണെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻസിനാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. കൂടാതെയാണ് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റും കൂടെ 2025 ഫെബ്രുവരിയിലേക്ക് ലോഞ്ച് ആവുന്നത്. നമുക്ക് ഈ കുട്ടികളെയൊക്കെ ആയിട്ട് സ്കൂളുകാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അങ്ങനെയാണോ ചെയ്യുന്നുണ്ട്? നമ്മൾ സാധാരണ ഇപ്പോൾ നമുക്ക് കൂടുതലും ഒരു 1 ഡേ പിക്നിക് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എല്ലാ സ്കൂളും ഈ ഒരു നമ്മുടെ പരിസരത്തുള്ളടത്തു നിന്ന് തന്നെയാണെങ്കിലും കുറച്ച് ദൂരെ നിന്നാണെങ്കിലും ചങ്ങനാശ്ശേരി, തിരുവല്ല, പൊൻകുന്നം, മണിമല ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് 1 ഡേ പിക്നിക്കിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടർഫ്, സ്വിമ്മിംഗ് പൂള്, കിഡ്സ് പാർക്ക്, 2 ക്രിക്കറ്റ് ടർഫ് എല്ലാം നമുക്ക് ക്രിക്കറ്റ് ടർഫ്, ഫുട്ബോൾ ടർഫ്, ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ഒരു ഫുൾ ഡേ അവർക്ക് യൂസ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ്. അതിന്റെ കൂടെ തന്നെ അവർക്കിപ്പം ഫുഡ് കഴിക്കാനാണെങ്കിൽ നമ്മൾ തന്നെ ഫുഡ് അവർ ആവശ്യപ്പെട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അതുപോലെ നമുക്ക് സ്കൂളുകാരൊക്കെ വരുമ്പോഴത്തേന് ഫീസ് അങ്ങനെ ഉണ്ട്. നമ്മൾ സാധാരണ വാങ്ങുന്ന ഫീസ് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നതല്ലേ, അപ്പൊ ഒരു 1 ഡേ പിക്നിക് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ ഫീസ് അത്ര ആവത്തില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോഴത്തേക്ക് അവർക്കും റീസണബിൾ, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. അവർക്കൊരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഫീസ് വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മൾ 1 ഡേ പിക്നിക്കിനൊക്കെ ചാർജ് ചെയ്യുന്നത്. സ്കൂളുകാർക്ക് അങ്ങനെ ദിവസം വല്ലതും ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങൾ അങ്ങനെ വല്ലതും? അങ്ങനെയില്ല. ഇപ്പൊ നമ്മളൊരു സ്കൂളുകാർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരു ടൈമും നമ്മുടെ ടൈമും കൂടെ നോക്കും.
നമുക്ക് ഇവിടെ തിരക്കില്ലാത്ത ടൈമും നമുക്ക് കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ കൂടുതലും ഒരുപാട് തിരക്കൊക്കെ അവർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ നോക്കിയാണ് ദിവസം കൊടുക്കുന്നത്. അവർ കൂടുതലും തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ടൈമിംഗ് കൂടെ നോക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും അവർ വരുന്നത്. അത് പ്രിഫറൻസ് അവർക്കാണ്, അവർക്ക് ഏത് ഡേ ആണോ പറ്റുന്നത് അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. ഈ സ്വിമ്മിങ്ങിനാണ് പ്രത്യേക ദിവസങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ സ്വിമ്മിങ് നമുക്ക് ട്രെയിനിങ് നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. ട്രെയിനിങ് നമ്മൾ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും ഈവനിങ് ബാച്ച് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവധി ദിവസങ്ങളിൽ നമ്മൾ മോർണിംഗ് ബാച്ചും ഈവനിങ് ബാച്ചും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് സ്വിമ്മിങ്ങിന് സിംഗിൾസ് ആയിട്ട് വന്ന് ഇറങ്ങുന്നവരുണ്ട്. ഇപ്പം 1 മണിക്കൂറൊക്കെ അങ്ങനെയൊക്കെ വന്ന് ഇറങ്ങുന്നവരുണ്ട്. ഫാമിലി പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ മന്ത്ലി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർക്കിന്റെ സമയം പാർക്കിംഗ് നമുക്ക് 24 hours ആണ് വർക്കിംഗ്. നമുക്കിങ്ങനെ ടൈം ലിമിറ്റ് ഇല്ല. ഒരു കുട്ടിയെ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് രാവിലെ നമുക്ക് ഇവിടുത്തെ പാർക്കിലേക്കുള്ള എൻട്രി എടുത്താൽ ഇന്ന് രാത്രി 12 മണി വരെ അവർക്ക് ആ പാർക്ക് യൂസ് ചെയ്യാം. അവർക്ക് ഇന്നത്തെ ആ ടോക്കണിൽ ഫുൾ ഡേയിലേക്കുള്ള ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കോമ്പറ്റീഷൻ ഐറ്റംസ് ഒക്കെ അങ്ങനെ നമുക്ക് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ സ്കേറ്റിംഗിന്റെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങള് ഇപ്പോ സ്റ്റേറ്റ് നാഷണൽസ് അവര് നാഷണൽസ് പോയിട്ട് ഗോൾഡ് മെഡൽ സിൽവർ എല്ലാ മെഡൽസും കരസ്ഥമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോളിന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ ഇവിടെ മാത്രമല്ല പല അക്കാഡമികളുണ്ട്. നമ്മുടെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പല അക്കാഡമികളിലും ഇവരെ കൊണ്ട് ഫ്രണ്ട്ലി മാച്ച് കളിപ്പിക്കുകയും ഓരോ സെലക്ഷനിലും ഇവരെ നമ്മൾ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ നമ്മുടെ ഐറാസിന്റെ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞതേ ഉള്ളൂ. ചാമ്പ്യൻസ് ലീഗ് സീസൺ 1 കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ ഒരു സ്കൂളിൽ നിന്നുള്ള ടീമിനെ നമ്മൾ 5 കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് 1 വർഷത്തേക്ക് ഐറാസിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവരെ ഒരു 2025 വർഷം ഫുൾ അവർക്ക് നമ്മൾ ഇവിടുന്ന് ഫ്രീ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഐറാസ് അല്ലേ? അതെ അതെ. സ്പോർട്സ് ഇപ്പം നമ്മൾ അവരിവിടെ വന്നാല് ഇപ്പം ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫാമിലിയിൽ തന്നെയാണെങ്കിലും ഫുട്ബോൾ കളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും, ക്രിക്കറ്റ് കളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും, ചിലർക്ക് സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാവും. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾ കിഡ്സ് പാർക്ക് യൂസ് ചെയ്യാനുള്ളവരുണ്ടാവും. ചിലർക്ക് സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഇപ്പൊ ഒരു വലിയൊരു ഫാമിലിയിൽ നിന്ന് ഒരു 10 കുഞ്ഞുങ്ങൾ വന്നാൽ തന്നെ അവർക്ക് എന്താണോ അവർക്ക് വേണ്ടത് അത് ചൂസ് ചെയ്ത് അവർക്കിവിടെ എന്റർടൈൻ ചെയ്യാനുള്ള സ്പേസും അതിനുള്ള ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ പാർട്ടി ഹോളിന്റെ ഫംഗ്ഷൻ ഒക്കെ നടത്തുന്ന കാര്യം പറഞ്ഞത് കൂടാതെ നമ്മുടെ ഫുട്ബോൾ ടർഫിൽ വെച്ചിട്ടും ക്രിക്കറ്റ് ടർഫിൽ വെച്ചിട്ടും നമുക്ക് എല്ലാ ഇവന്റ്സും നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പല വലിയ വലിയ ഇവന്റ്സ് നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു മെഗാ ഷോ നമുക്ക് ഇവിടെ നമ്മുടെ ഫുട്ബോൾ ടർഫിൽ വെച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാമുകൾ, ക്രിക്കറ്റ് ക്രിസ്മസ് സെലിബ്രേഷന്, പിന്നെ ഓണം സെലിബ്രേഷന്, അങ്ങനെ പല സെലിബ്രേഷൻ നമ്മുടെ ഫുട്ബോൾ ടർഫിൽ വെച്ചിട്ടും ക്രിക്കറ്റ് ടർഫിൽ വെച്ചിട്ടും നടത്താനുള്ള ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് എത്ര ഒരു 2000-3000 പേർക്ക് ഇരുന്ന് നമുക്ക് കാണാനുള്ള കപ്പാസിറ്റി ഉള്ള ഫുട്ബോൾ ടർഫാണ് നമുക്കുള്ളത്. അപ്പൊ അവിടെ വെച്ച് എത്ര വലിയ പ്രോഗ്രാമാണ് ഓപ്പൺ പ്രോഗ്രാമായിട്ട് നടത്താനുള്ള സൗകര്യം നമുക്കുണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ കല്യാണങ്ങള് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ എന്ന് വെച്ചാല് എല്ലാരും മുറിക്കകത്ത് അടച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് വെച്ചുള്ള കല്യാണം അല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയം സിനിമാ സ്റ്റൈലിലുള്ള ഒരു ഓപ്പൺ കല്യാണം അങ്ങനെയാണ്. അങ്ങനെ തന്നെ പലരും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 2 കല്യാണങ്ങൾ നമുക്കിപ്പോ ഫിക്സ് ആയിട്ടുണ്ട്. അതിനുള്ള സൗകര്യം, അതിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കല്യാണ പാർട്ടിക്കൊക്കെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് ഫെസിലിറ്റീസ് വേണം, ഫുഡ് ആണെങ്കിലും അവർക്ക് ഡെക്കറേഷൻ ആണെങ്കിലും അവർക്ക് പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളാണെങ്കിലും നമ്മൾ ഒരു എത്ര ആൾക്കാർക്ക് തന്നെ ഉൾക്കൊണ്ട് നമുക്ക് അവരുടെ ഫംഗ്ഷൻ നടത്താനായിട്ട് നമ്മൾ കേറ്ററിംഗ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫാമിലിക്ക് അവരുടെ ഒരു ലൈഫിൽ ഒരു ഫംഗ്ഷൻ നടത്തുന്നതിനകത്ത് എന്ത് ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യമാണ് അതെല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അവരാവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവരിവിടെ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്ത് അവർക്കൊരു ഫംഗ്ഷൻ നടത്തണം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഒരു ഫംഗ്ഷൻ നടത്തണം എന്ന് അവർ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിനകത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ അവർക്ക് നമ്മളോട് പറയുന്ന അനുസരിച്ച് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇപ്പൊ ടർഫ് ചില ഫാമിലീസ് വലിയ ഫാമിലീസ് ഉണ്ടാകും. പക്ഷെ അവർ 2 ദിവസം 3 ദിവസം ഒക്കെ ആയിരിക്കും അവരുടെ ഒരു ഫംഗ്ഷൻ. അപ്പൊ അവർക്ക് അങ്ങനെ നമ്മൾ ടർഫ് ഫുള്ള് വേണമെങ്കിൽ, അതായത് നമ്മുടെ സ്വിമ്മിംഗ് പൂളും കിഡ്സ് പാർക്കും നമ്മുടെ ഫുട്ബോൾ ടർഫും ക്രിക്കറ്റ് ടർഫും പാർക്കിംഗ് ഉൾപ്പെടെ അവർക്ക് 2-3 ദിവസം ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള രീതിയിൽ നമ്മൾ ടർഫ് വിട്ടു കൊടുക്കുന്നതാണ്. നമ്മൾ അങ്ങനെ റെന്റിന് നമ്മൾ ടർഫ് കൊടുക്കുന്നതാണ്.
ഇതല്ലാതെ നമുക്ക് വലിയ വലിയ ടൂർണമെന്റുകൾ നടക്കാറുണ്ട്. അതായത് റോട്ടറി, BNI പോലെയുള്ള അങ്ങനത്തെ ബിസിനസ് ആൾക്കാരുടെയൊക്കെ ടൂർണമെന്റുകളും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരു 1 day 2 day ഒക്കെ അവർക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത് ടൂർണമെന്റ് നടത്തി ഫാമിലീസിനും ഇവിടെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇവിടുത്തെ ടർഫിന്റെ നമ്മുടെ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഓണം സമയത്തൊക്കെ വടംവലിക്ക് അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. പല സ്ഥലത്തു നിന്നും ദൂരെ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ട് വടംവലി മത്സരങ്ങൾ ഇവിടെ നടത്താറുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് ടർഫ് എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപർപ്പസിന് പറ്റുന്നതാണ് നമ്മുടെ ക്രിക്കറ്റ് ടർഫ്. അവിടെ നമുക്ക് നാടൻ പന്തുകളി, പിന്നെ നമുക്ക് അവിടെ തന്നെയാണെങ്കിൽ ഹോക്കിയുടെ ടൂർണമെന്റുകൾ നടക്കാറുണ്ട്, ഹോക്കി കളികൾ നടക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിക്കറ്റ് ടർഫ് എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രിക്കറ്റ് ടർഫ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒരു കുഞ്ഞിനെ ട്രെയിനിങ്ങിന് കൊണ്ടുവരുന്ന ഒരു ഫാമിലിക്ക് പേരൻസ് ഇവിടെ കുഞ്ഞുങ്ങളെ ട്രെയിനിങ്ങിന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരുടെ ഒരു 2-3 മണിക്കൂർ അവരോട് വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പൊ നമുക്കിവിടെ അവർക്ക് ഈവനിങ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും അവർക്ക് ജോഗിങ്ങിനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ജോഗിങ്ങിനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ജിമ്മായിട്ടാണ് നമ്മുടെ അത്യാവശ്യം നമുക്കൊരു എക്സസൈസിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വിമ്മിങ്ങിന്റെ കാര്യം പറഞ്ഞു. സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിമ്മിങ്ങിന് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ എല്ലാ ദിവസവും ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ പല മത്സരങ്ങളിലും പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂൾ തലത്തില് സ്വിമ്മിങ് ഇപ്പം എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവര് നമുക്ക് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നിന്ന് തന്നെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് അങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് നമ്മളിവിടെ ട്രെയിനിങ് സ്വിമ്മിങ്ങിന്റെ കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ പല ക്ലബ്ബുകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. ഡെക്കാത്ലോൺ പോലെയുള്ള ക്ലബ്ബുകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കോമ്പറ്റീഷൻ നടത്തി ഇവിടെ വെച്ച് തന്നെയാണ് നമുക്ക് കോമ്പറ്റീഷൻ നടക്കാറുള്ളത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അതനുസരിച്ചുള്ള രീതിയിൽ നമുക്കിപ്പോ അവർക്ക് എവിടെ ഏത് വെള്ളത്തിൽ ചെന്നാലും അവർക്ക് ഒരു പേടിയില്ലാതെ അവർക്ക് ആ ഫിയർ ഒക്കെ മാറി അവർ ഏത് വെള്ളവും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സ്പോർട്സ് ഹബ് എന്ന ഈ സ്ഥാപനം നെടുങ്കുന്നം സ്വദേശിയായ അൻസർ സാറിന്റെ ആണ്. നമുക്ക് അൻസർ സാറിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. ഹായ്, ഞാൻ അൻസർ, എൻ്റെ വൈഫ് ഷീന. ഇത് 2020 ഐറ സ്പോർട്സ് ഹബ് എന്ന് പറയുന്ന സ്ഥാപിതമായിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷം കഴിഞ്ഞു. തീർച്ചയായും ഇതൊരു സ്പോർട്സിൻ്റെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി എൻ്റെ ഫാമിലിയും അതിന് സപ്പോർട്ടായിട്ട് നിന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം യാഥാർത്ഥ്യമായത്. ഒരുപാട് കുട്ടികൾ വിവിധ സ്പോർട്സ് ഇനങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിങ്ങിലും ഫുട്ബോളിലും റോളർ സ്കേറ്റിങ്, പിന്നെ ക്രിക്കറ്റിൻ്റെ ട്രെയിനിങ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, കരാട്ട, യോഗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ സ്ഥാപനം നാഷണൽ ലെവലിലും സംസ്ഥാന ലെവലിലും ഒക്കെ മികച്ചു നിൽക്കുന്നുണ്ട്. ഇനിയും പൊതുജനങ്ങളായിട്ടുള്ള ഒരുപാട് എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു വിപ്ലവകരമായ മാറ്റം സ്പോർട്സ് രംഗത്ത് എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് സ്പോർട്സ് രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം സംഭവിപ്പിക്കുവാൻ കുറച്ചെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമുക്ക് മുന്നേറണം. അതിന് എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും സ്പോർട്സിൽ നിന്ന് കഴിയും. കോട്ടയം ജില്ലയിലെ സ്പോർട്സ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സ് കുട്ടികളിലേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറേ സ്കൂളുകളെ അടുത്ത് ചെന്നായിരുന്നു. അപ്പം കുട്ടികളെ ഈ സ്പോർട്സിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പുരോഗതി അതെല്ലാം കാണിക്കുവാനായിട്ട് കുട്ടികളെ സ്കൂൾ തലങ്ങളിൽ നിന്നുള്ള മാനേജ്മെൻറ്റ് ഇങ്ങോട്ട് കുട്ടികളെ എത്തിച്ച് ഇതിൻ്റെ സാങ്കേതിക വികാസങ്ങളെ എല്ലാം കാണിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് കുട്ടികളുടെ ഒരു സ്പോർട്സ് താല്പര്യം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്കൂളുകളിൽ പോയായിരുന്നു. പല സ്കൂളുകളിലും ഒരു സൗകര്യവും ഇല്ല കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ നല്ലൊരു ഗ്രൗണ്ടോ ഒന്നുമില്ല കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പിന്നെ മിക്ക സ്കൂളുകളിലും അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് നൽകാനായിട്ടുള്ള ഒരു PT സാറോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സ്കൂളുകൾക്ക് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും, കോട്ടയം ജില്ല മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെയും എല്ലാ സ്കൂളുകളെയും ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വികസിച്ച ഒരു ടർഫാണ് നമുക്കുള്ളത്. അപ്പം കുട്ടികൾക്ക് നല്ലൊരു ഗ്രൗണ്ടിൽ എങ്ങനെ പരിശീലിക്കാമെന്നും വ്യക്തമായ വിദഗ്ധരായ
കോച്ചിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് നല്ല പരിശീലനം നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. ഒരു സ്പോർട്സ് ടൂറായിട്ട് സംഘടിപ്പിച്ചോ ഒക്കെ സ്കൂളുകൾ വരുവാണെങ്കിൽ ഞങ്ങൾ അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഐറാസിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നറിയാം. നിങ്ങൾ കഴിവതും കുട്ടികളെയും കൂട്ടി ഒരു ദിവസമെങ്കിലും ഇതൊന്ന് സന്ദർശിക്കുക. അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളെ ഒന്ന് ഇവിടെ കൊണ്ടുവരിക. അവരുടെ അഭിരുചിക്കൊത്ത് സ്പോർട്സിൻ്റെതായിട്ടുള്ള ഒരു പുതിയ ലോകം രചിക്കുവാൻ വേണ്ടി അവർക്കും ഇത് ഉണർവാകും. അതുകൊണ്ട് കഴിവതും നിങ്ങളിവിടെ ഒന്ന് സന്ദർശിക്കുക. കാരണം അതിനുള്ള ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അതിമനോഹരമായ ക്രിക്കറ്റ് സ്റ്റേഡിയം കണ്ടോ? ഇവിടെ മിക്ക ദിവസവും ടൂർണമെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം രാവും പകലും എല്ലാം ഇവിടെ ഒരുപോലെയാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐറാസ് സ്പോർട്സ് ക്ലബ്ബ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നറിയാം. നിങ്ങൾ കുട്ടികളുമായിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് ഇതെല്ലാം സന്ദർശിക്കുക. Yeah.